രാജ്യഭാഗ്യം കിട്ടിയില്ല. മെക്കാനിക്ക് കമ്പ്യൂട്ടർ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് രക്ഷപ്പെടാം എന്നുള്ള വിധി കയ്യിൽ കാണാനുണ്ട്. കൈ ഓട്ടക്കയ്യാണ്, പൈസ കയ്യിൽ കിട്ടിയ ചെലവാണ്. ഇത് ആയുസാണ്, ആയുസിന് ദോഷമൊന്നുമില്ല. അമ്മയ്ക്ക് ഏത് നേരങ്ങളെ പറ്റി ബേജാറുള്ളൂ, സമാധാനം കിട്ടിയിട്ടില്ല എന്നാണ് രക്ഷണം. കാര്യമുള്ള അച്ഛൻ അധ്വാനിച്ച മുതൽ നിന്ന് വീട്ടിൽ കൂടണം എന്നുള്ള വിചാരമൊന്നും ഇവിടെ മനസ്സിലില്ല. സ്വന്തമായി നയിച്ച് മുതലുണ്ടാക്കണം എന്നുള്ള വിചാരം തന്നെയാണ് കയ്യിൽ. ഏട്ടനുജന്മാർ തോനെ രക്ഷിക്കാനില്ല. കർമ്മത്തിലേക്ക് 3 ആളെ പറഞ്ഞു, 2 ആളെ കൊണ്ട് കിട്ടേണ്ട 1നെ കൊണ്ട് ഉപകാരം കിട്ടും. രക്ഷണം. പക്ഷെ കാര്യപ്പെട്ട് ഇപ്പം കിട്ടിയില്ലെങ്കിൽ കാര്യമൊക്കെ കണ്ട വയ്യലിക്ക് പറഞ്ഞു. ആയുസിന് ദോഷമൊന്നുമില്ല. കയ്യോ ഓട്ട കയ്യാണ്. ആരാനിക്ക് എന്ത് മുതലും കയ്യോണ്ട് വാരിക്കോരി കൊടുക്കണോ ഇഷ്ടമാണ്. പാവങ്ങളെ ഇഷ്ടമാണ്. പണക്കാരെ കണ്ട വരയ്ക്കാൻ പോകില്ല എന്നാണ് രക്ഷണം. കാര്യപ്പെട്ട രക്ഷണത്തിൽ നിന്ന് 28 വയസ്സ് മേൽഗതിക്ക് മംഗല്യങ്ങളൊക്കെ ആലോചിക്കേണ്ട. എത്ര വയസ്സായി മോനെ? 30 അല്ലേ? 28 വയസ്സോടുകൂടെ മംഗല്യം ആലോചിക്കേണ്ടതാണ്. 32 വയസ്സോടുകൂടെയൊക്കെ കല്യാണം നടക്കാൻ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. ദോഷം കയ്യിൽ കാണാനില്ല. ഗുണത്തിലേ കയ്യുള്ളൂ, ദോഷത്തിൽ കയ്യില്ല. ഭാര്യ മക്കളോടുകൂടെ ദുഃഖങ്ങളൊക്കെ തീരാൻ വിധി കയ്യിലുണ്ട്. ദോഷം കയ്യിൽ കാണാനില്ല. ഇന്ന് അർത്ഥേക കയ്യിൽ ചെഞ്ഞ്. അച്ഛനിക്ക് കുടുംബമുണ്ട്, തന്നില്ലെങ്കിൽ പരിവല്ല, കിട്ടാൻ പൂജ്യമില്ല. ഒരാളെ മുതലേക്ക് ആഗ്രഹമില്ല. അമ്മയ്ക്ക് ഗുണമില്ല, ദോഷമില്ല. രണ്ടില്ലാത്ത പന്തിയിലാണ് നിൽക്കുന്നത്. ജാതിമതം ഇല്ലെന്നൊക്കെ എല്ലാവരും ഒന്നാണ്. ഇന്ന് ജീവിതം കൊണ്ട് ഗുണം കിട്ടി. ആള് മുതലൊക്കെ വർദ്ധിച്ച് കുടുംബം നന്നവ യോഗമുണ്ട്. അധ്വാനം കൊണ്ട് നന്നാവും. നിങ്ങൾ കാര്യപ്പെട്ട് കുറഞ്ഞ കാലമായി ഇന്ന് രക്ഷണത്തിൽ എന്ത് കാര്യത്തിന് ഒരുങ്ങിയാലും പരാജയപ്പെടില്ല. നന്നാവേണ്ട രക്ഷണമുണ്ട്. ആടും മുതലൊക്കെ വർദ്ധിക്കും. കുടുംബം ചെറിയ രക്ഷണം കയ്യിൻ്റെ അടിയിലുണ്ട്. എല്ലാ കഷ്ട